ഹായ്, ഇന്ന് നമുക്ക് ചെറിയൊരു ലോഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്സിജൻ സിലിണ്ടറാണ്. അപ്പോൾ ഇത് നമുക്കിത് കൊണ്ടുപോകേണ്ടത് ആലപ്പുഴയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അത് കയറ്റാൻ വേണ്ടി വന്നേക്കാണ്. ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്തേക്കുന്നതാണ്. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു. രാവിലെ 8:15 വരാൻ പറഞ്ഞിരുന്നു. ഞാനിവിടെ 8:15 എത്തിയപ്പോൾ ഇവർ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ തുറന്ന് വന്നത് 8:45. അപ്പോൾ കുഴപ്പമില്ല, ഞാനിതിവിടെ നിർത്തി കൊടുത്തു. അവരെല്ലാം കയറ്റിയാണ്. അപ്പോൾ നമുക്കിതൊന്നും അധികം സാധനമൊന്നുമില്ല. സാധാരണ ഇവിടുന്ന് ഒത്തിരി സിലിണ്ടർ ഉണ്ടാവാറുണ്ട്. 40, 45, 50 ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ല് എനിക്ക് ഇന്നലെ തന്നെ അടിച്ചു വെച്ചുകൊണ്ട് മുൻകൂട്ടി അവർ കൊണ്ടു തന്നു. കാരണം ഈ കസ്റ്റമറിന് കുറച്ച് അർജൻറ്റാണ്. ഇന്നലെ കൊടുക്കേണ്ടതായിരുന്നു. ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ബിസി ആയതുകൊണ്ട് ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്ന് കൊണ്ടുപോകാനുള്ളത് 15 എണ്ണമാണ്. 15 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ലോഡൊക്കെ ആയിട്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തു കേട്ടോ. ബില്ല് ഇന്നലെ തന്നെ അടിച്ചു വെച്ചുകൊണ്ട് ഇന്ന് പെട്ടെന്ന് എല്ലാം പരിപാടി കഴിഞ്ഞു. സാധാരണ നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞാൽ അരമണിക്കൂർ ബില്ലിന് വെയിറ്റ് ചെയ്യാറുണ്ട്. അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളിത് പുറപ്പെട്ടു കേട്ടോ. കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് പാലോ കയറി ഇതേ നമ്മളിങ്ങനെ കുസാറ്റ് വഴി കയറി. കുസാറ്റ് കോളേജാണ് കണ്ടത്. അങ്ങനെ പാലാരോട്ടം വഴി കേട്ടോ പിടിച്ചേക്കുന്നത്. അല്ലെങ്കിൽ മുട്ടം ബ്ലോക്ക് കിട്ടും. എന്നിട്ടും എനിക്ക് പാലാരോട്ടത്തും എനിക്ക് ചെറുതായിട്ട് ബ്ലോക്ക് കിട്ടി കേട്ടോ. പൈപ്പ് ലൈൻ റോഡിൽ ചെറുതായിട്ട് ബ്ലോക്ക് കിട്ടി. എടപ്പള്ളി വഴി വന്നേക്കാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാലാരോട്ടം കയറി. പക്ഷേ ആ വഴിയും ചെറുതായിട്ടൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. രാവിലെ ഓഫീസ് ടൈം ആണല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മളിത് ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴ ബൈപ്പാസിൽ നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ ബീച്ചിൻ്റെ അവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ താഴെയാണ് പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ. അങ്ങോട്ടുള്ള സിലിണ്ടറാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ നിങ്ങളൊരു തകിടായിട്ട് ഷീറ്റ് കണ്ടോ, അതാണ് അവരുടെ കിച്ചൺ റൂമൊക്കെ ഭായിമാരുടെ. ഇവിടെ എവിടെയാണ് സിലിണ്ടർ കൂട്ടിയിട്ടേക്കുന്നത് നോക്കുകയാണ് ഞാൻ കേട്ടോ. അവിടെയാണ് നമുക്കിത് ഇറക്കാനുള്ളത്. അപ്പോൾ ഇത് എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ലാസ്റ്റ് ഇതേ ആ ക്രെയിനിൻ്റെ തൊട്ടപ്പുറത്ത് ഇതേ കിടക്കുന്നു നമ്മുടെ ഐറ്റം. അപ്പോൾ അവിടെ തന്നെ വണ്ടി സൈഡാക്കി. ഉടനെ തന്നെ ഭായിമാർ വന്നു കേട്ടോ. ഭായിമാർ വന്നു. ഞാനത് പുറത്തിറങ്ങി എണ്ണ എടുക്കുകയാണ്. എത്ര ഉണ്ട് നോക്കുകയാണ്. കാരണം നമ്മൾ 15 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെത്ര കയറ്റുന്നുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ അവർ ചിലപ്പം കാലി സിലിണ്ടറിന് പകരം ഫുൾ സിലിണ്ടർ തിരിച്ച് കയറ്റാറുണ്ട്. ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായി. അവരെല്ലാം കയറ്റി കഴിഞ്ഞ് ഒക്കെ സെറ്റായി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു മാനേജർ വന്നിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു ഈ കയറ്റിയിൽ 3 കാലിയല്ല ഫുള്ളാണെന്ന് പറഞ്ഞ് പിന്നെ എല്ലാം തിരിച്ചിറക്കേണ്ടതൊക്കെ വന്നു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാലി സിലിണ്ടർ ഫുൾ സിലിണ്ടറൊക്കെ അവർ ഇറക്കിയിട്ടോ. ഇനി കാലി തിരിച്ച് കയറ്റിയാണ്. അപ്പോൾ ഓരോന്നായിട്ട് അവർ കാര്യങ്ങളൊക്കെ നോക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നോക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അന്ന് പറ്റിയ പോലെ തെറ്റ് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നോക്കുന്നത് കേട്ടോ. അങ്ങനെ അവരിത് കയറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് 15 കേട്ടോ. അപ്പോൾ ഇവിടെ എണ്ണി നോക്കുമ്പോൾ മൊത്തത്തിൽ ഇവിടെ 11 ഉള്ളത്. ഈ ഒരെണ്ണം കാലി ആയിട്ടില്ല, അതുകൊണ്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതേപോലെ അപ്പുറത്ത് 2-3 കിടക്കുന്നുണ്ട്. അതെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് 11 കിട്ടിയുള്ളൂ കേട്ടോ റിട്ടേൺ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇതേ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ ബിരിയാണി കഴിക്കാൻ കയറിയതാണ്. ബിരിയാണി ഉണ്ടായിരുന്നില്ല. ഒരു ഫ്രൈഡ് റൈസ് അങ്ങോട്ട് പൂശി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞത് നമ്മൾ കളമശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെ തിരിച്ചവരെ ഗോഡൗണിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കാലി സിലിണ്ടർ ഇറക്കി കൊടുക്കണം. ഓഫീസിൽ പോയി ക്യാഷ് വാങ്ങിക്കണം. അതേ ഓഫീസിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കിലോമീറ്റർ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ക്യാഷ് വാങ്ങിക്കണം. അതിനുള്ള പോക്കാണ് കേട്ടോ. അങ്ങനെ ഇതേ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.